മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയല്ലോ. എന്നാൽ പിന്നെ കാട് പിടിച്ചിടക്കുന്ന വേലിയൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാന്ന് പറഞ്ഞ് ചേട്ടൻ ദേ എണിയെ കയറി നിൽക്കുവാണേ. കൂട്ടത്തിൽ ഞാനും പോയിട്ടുണ്ട്. വെട്ടിയിടുന്ന പത്തലൊക്കെ ഒതുക്കിയിടാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് വലിയ 2-3 പത്തലും എടുത്ത് ഞാനിത് എങ്ങോട്ടാണ് നടക്കണേന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസമേ ഗ്രോ ബാഗിനകത്ത് കുറച്ച് പയറും പാവലും വെണ്ടയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനുള്ള നല്ല വളമാണ് ഈ പത്തലിൻ്റെ ഇലയെന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇലച്ചിലൊക്കെ ഊർത്തെടുത്ത് ഈ ഗ്രോ ബാഗിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ ഈ ഇലച്ചിലൊക്കെ ഊർത്തെടുത്ത് ഇതിനകത്ത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ തുണി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെല്ലാം പെറുക്കിയെടുത്ത് അകത്തേക്ക് വന്ന് പെരേടകം തൂക്കാനായിട്ട് ചൂലെടുത്തതാണ്. ഇവിടെ എപ്പോൾ പെരേടകം തൂക്കാൻ ചൂലെടുത്താലും ഇവിടെയുള്ള കുഞ്ഞന്മാരുടെ വിചാരം ഇവന്മാരെ കളിപ്പിക്കാൻ നോക്കുവാണെന്ന്. അവന്മാർ ആ ചൂലയെ പിടിച്ച് ഭയങ്കര കളിയാണ് കേട്ടോ. കുറച്ച് നേരം അവന്മാരുടെ കളിയും കണ്ടു. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതായി ഇവിടെ കിടക്കുവാണേ. ഞാൻ അടുക്കളയിലേക്കൊന്ന് ചെന്ന് നോക്കിയതാണ്. എന്താ അടുക്കളയിൽ ഒരു അനക്കവും കേൾക്കുന്നില്ല. മോള് കുറേ നേരമായിട്ട് അടുക്കളയിലാണ്. കുറേ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ദാ ഈ മയോണൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പരിപാടിയെന്ന് ചോദിച്ചു. അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ആളെന്തോ വലിയ ജോലിയിലാണ്. പുറകെ കൂടെ ചെന്ന് പതുങ്ങി ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് കട്ട്ലേറ്റ് ഉണ്ടാക്കുവാണ്. അച്ഛനും അമ്മയും കുറേ നേരമായിട്ട് പണിയല്ലേ, എന്നാൽ പിന്നെ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു കേട്ടോ. ഇതാണ് ഞാൻ ആ പിക്ക് എടുത്തത്. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ.